അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഹെൽത്തി ജ്യൂസ് ആയിട്ടാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഹൽക്ക് ബോഞ്ചി ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടി 9 ചേരുവകളാണ് വേണ്ടത്. അതിവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നെല്ലിക്ക 6 എണ്ണം, 3 ചെറുനാരങ്ങ, 6 കാന്താരി മുളക്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, ഒരു നുള്ളുപ്പ്, ഐസ്, പഞ്ചസാര, ഗ്ലൂക്കോസ് പൊടി നിങ്ങളിലുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. പിന്നെ ഞാനൊരു 3 തണ്ട് പുതിനയിലയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 9 ചേരുവകളാണ് നമുക്ക് ഹൽക്ക് ബോഞ്ചി ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെറുനാരങ്ങയും നെല്ലിക്കയും ഒന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് ആദ്യം നെല്ലിക്ക കട്ട് ചെയ്തിടാം. അപ്പോൾ ഞാൻ എല്ലാ നെല്ലിക്കയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ 4 പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 നാരങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇഞ്ചി ചെറിയ പീസുകളായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിതുപോലെ ചെറിയ പീസിലാക്കി കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളകായാലും ചേർത്താൽ മതിയാകും. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് പുതിനയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൽ തണ്ട് ഇട്ടിട്ടുണ്ട്. മറക്കരുത്. താങ്ക് യു.